ഇന്ന് ഞാൻ ഗോതമ്പൊടി വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആവശ്യത്തിന് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിന് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉണ്ട ശർക്കരയാണ്. ഇതിൽ നിന്ന് ഒരു പകുതി നമുക്ക് മധുരത്തിന്റെ അനുസരിച്ച് ഇതിലേക്ക് ചീകിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ശർക്കര ഞാനിവിടെ ചീകിയിട്ടിട്ടുണ്ട്. തേങ്ങയും ശർക്കരയും കൂടാണിത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്. ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് ചേർത്ത് കൊടുക്കണ്ട. പിന്നെ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് തേങ്ങയും ശർക്കരയും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ചുക്കുപൊടി ഏലക്കാപ്പൊടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഈ ഒരു മാവൊന്ന് കുഴച്ചെടുക്കാം. മാവ് കുഴച്ചെടുക്കാനായിട്ട് ആവശ്യത്തിന് നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുഴച്ചെടുക്കുന്നത് ചെറിയ ചൂടുവെള്ളത്തിലാണ്. ഇനി ഇത് നമുക്ക് ഓരോ ഉരുളകളാക്കി ഇങ്ങനെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ ഓരോന്നും ഓരോ ഉരുളകളാക്കി എടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫില്ലിങ്സ് ഇതിനകത്ത് ഇതൊന്ന് ഫില്ല് ചെയ്യുക. ശർക്കരയും തേങ്ങയുടെയും കൂട്ട് നമുക്ക് ഇതിനകത്തൊന്ന് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇതാ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ചെറുപ്പകാലങ്ങളിലൊക്കെ ഇതുപോലെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ ഇതെടുത്ത് കഴിക്കാറുണ്ട് ഇല്ലേ? അങ്ങനെ കഴിക്കുന്നവരൊക്കെ ഒന്ന് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഇതൊന്ന് നിങ്ങളെ ഒന്ന് ഉരുട്ടി കാണിക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം ബോൾസ് ആക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് 6 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒരു ഇല ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. വാഴയിലയാണ്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇല വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി എടുത്ത് വെച്ചിരിക്കുന്ന ഓരോന്നും ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനെല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ്. രാവിലെ കുട്ടികൾക്കാണേലും ഒക്കെ കൊടുക്കാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഈർക്കിലോ കമ്പ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാവുന്നതാണ്. എന്നില്ല, ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയതിന് ശേഷം ആറിയിട്ടൊന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. സിമ്പിളായിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ.